370 എന്നുള്ളത് വെറും സംഖ്യയല്ല. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുപോലെ ശ്യാമപ്രസാദ് മുഖർജിയോടുള്ള ആദരവായിരിക്കണം BJPയുടെ 370 സീറ്റുകൾ. 2019 കൈവിട്ട 161 മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനാണ് BJPയുടെ ഇത്തവണത്തെ ശ്രമം. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളാണ് പാർട്ടി വിജയിച്ചത്. ഇത്തവണ പ്രത്യേക ശ്രദ്ധ നൽകുന്ന 161 മണ്ഡലങ്ങളിൽ 67 വിജയിക്കുന്നതോടെ അംഗബലം 370 ഉയർത്താനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. BJPക്ക് 370 സീറ്റുകളും NDAക്ക് 400 സീറ്റുകളും നേടേണ്ടതുണ്ടെന്ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച BJP ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. പാർട്ടി പ്രവർത്തകർ അടുത്ത 100 ദിവസങ്ങളിൽ ബൂത്തുതലം മുതൽ വികസിത ഭാരതം, ഗ്യാൻ എന്നിവയുടെ സന്ദേശം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം പാർട്ടിക്കുണ്ടായ കുതിപ്പിനെക്കുറിച്ചും മോദി സർക്കാർ ഹാട്രിക് നേടുമെന്ന് തുടർച്ചയായ 3-ാം വട്ടവും അധികാരം നിലനിർത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 2019 ശേഷം നടന്ന 26 തെരഞ്ഞെടുപ്പുകളിൽ 16 തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് വിജയിക്കാനായി. മോദിയുടെയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പ്രതിപക്ഷം അനാവശ്യവും വൈകാരികവുമായ വിഷയങ്ങൾ ഉയർത്തുമെന്നും വികസനം, പാവപ്പെട്ടവർക്കായുള്ള നയങ്ങൾ, രാജ്യത്തിന്റെ ആഗോള വളർച്ച എന്നീ വിഷയങ്ങളിൽ BJP പ്രവർത്തകർ ഉറച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പറയുകയുണ്ടായി. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് യോഗങ്ങൾ നടന്നത്. പഞ്ചായത്ത് ഭാരവാഹികൾ മുതൽ 11,500 പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് 210 പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. BJP ജയിക്കുന്ന 370 സീറ്റ് മുതിർന്ന നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയോടുള്ള ആദരവാണെന്നാണ് മോദിജി പറഞ്ഞത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്ത ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കണമെന്ന് തുടക്കം മുതൽ ആവശ്യപ്പെട്ട നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി. ഓരോ ബൂത്തിലും 2019 നേടിയതിനേക്കാൾ 370 വോട്ടുകൾ വീതം കൂടുതൽ നേടണമെന്നും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ദക്ഷിണേന്ത്യയിലും BJP കരുത്തുറ്റ പാർട്ടിയായിരിക്കുകയാണ്. 2014 BJPക്ക് 5 സംസ്ഥാനങ്ങളിലാണ് ഭരണമുണ്ടായിരുന്നത്. 2024 12 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുമുണ്ട്.